വിശുദ്ധ മർക്കോസ് ആദ്യം എഴുതപ്പെട്ടതും രണ്ടാമത്തെ സുവിശേഷത്തിന്റെ രചയിതാവുമാണ് വിശുദ്ധ മർക്കോസ്. അവൻ യേശുവിന്റെ ശിഷ്യപ്രമുഖനായ വിശുദ്ധ പത്രോസിന്റെ ശിഷ്യനായിരുന്നു. പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ എഴുതി ചേർത്തതിനാൽ അത് പത്രോസിന്റെ സുവിശേഷം എന്നും അറിയപ്പെടുന്നുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ് ആരംഭിച്ച ആ സുവിശേഷത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും ശതാബ്ദീപന്റെ ദൈവപുത്രൻ എന്ന ഏറ്റുപറച്ചിലുമൊക്കെ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ എന്നും അവനൊരു അപരനാമമുണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു എന്നും നാം ഇവിടെ വായിക്കുന്നു. പൗലോസിന്റെ ശിഷ്യനായ ബർന്നാബാസിന്റെ പിതൃ സഹോദരന്റെ പുത്രനായിരുന്നു പൗലോസ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും രണ്ടായി പിരിയുന്നതിനും മർക്കോസ് കാരണമായത്. എന്നാൽ മർക്കോസ് പൗലോസുമായി ഒന്നു ചേർന്ന് സഹകരിച്ച് പിന്നീട് പ്രവർത്തിക്കുന്നതായും നാം വായിക്കുന്നു. പെസഹ ഒരുക്കപ്പെട്ടതും സ്വർഗ്ഗാരോഹണത്തിനു മുമ്പും ശേഷവും ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയതും മത്തിയാസ് കുറിയേറ്റ് തീരുമാനിക്കപ്പെട്ടതും പന്തക്കുസ്ത സമയത്ത് പരിശുദ്ധാത്മാവ് തീനാക്കുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നതും പത്രോസിന്റെ ആദ്യ പ്രസംഗവും ഒക്കെ മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ സ്വന്തമായ സെഹ്യോൻ മാളിക എന്നറിയപ്പെടുന്ന ഈ മാളിക മുറിയിലായിരുന്നു. അവർ ഒലിവ്മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. മർക്കോസിന്റെ ചിഹ്നം ചിറകുള്ള സിംഹമാണ്. ഗർജിക്കുന്ന സ്നാപകനെ കുറിച്ചുള്ള വിവരണമാണ് ഇത് അടിസ്ഥാനമായതെന്ന് പറയപ്പെടുന്നു. സുവിശേഷം എഴുതുക മാത്രമല്ല സുവിശേഷ പ്രഘോഷകനും കൂടിയായിരുന്നു മർക്കോസ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ സഭ സ്ഥാപിച്ചത് മർക്കോസ് ആയിരുന്നു. AD 68 മർക്കോസ് പിടിക്കപ്പെടുകയും കഴുത്തിൽ കയർ കെട്ടി ഏറെ ദൂരം വലിച്ചിഴച്ചതിനാൽ അവസാനം മാംസവും ഞരമ്പും നഷ്ടപ്പെട്ട് അതും വെറും അസ്ഥിപഞ്ജരം മാത്രമാണ് ശേഷിച്ചത്. സുവിശേഷ രചയിതാവും സുവിശേഷ പ്രഘോഷകനും രക്തസാക്ഷിയുമായ വിശുദ്ധ മർക്കോസിന്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ.